ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്, എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടി അവർ എടുക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. 3 തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കാം. അവരുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, കറണ്ട് എനർജി, ഓവറോൾ എനർജി നമുക്ക് നോക്കാം. ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു എന്ത് ചിന്താഗതിയിലാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നയൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് താഴെ വീണ കാർഡായതുകൊണ്ട് എടുക്കണം എന്ന് തോന്നി, അതെടുത്തു. നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തടസ്സങ്ങളാണ് കാണുന്നത്. ആദ്യം അവർ എന്തോ ഒരു തടസ്സത്തിൽ പെട്ടിരിക്കുകയാണ്. എന്തോ ഒരു മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ അവർ ചെന്ന് പെട്ടതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ തല്ലുകൂടുന്നതായിട്ട് കാണാം. മറ്റുള്ളവരുമായിട്ട് തല്ലുകൂടുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു ഇതായിട്ടും കാണാം. അവരുടെ തന്നെ മൈൻഡ് തന്നെ അവർക്കിപ്പോൾ ശരിയല്ല. എന്തൊക്കെയോ സാഹചര്യത്തിൽ അവർ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ അതായിരിക്കാം കേട്ടോ. അപ്പോൾ അവരുടെ മൈൻഡ് തന്നെ ഓക്കെ അല്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിക്കുന്നതായിട്ടാണ് അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയനൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളെടുത്തുണ്ട്. ഒരുമിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ്. ഇനി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുമായിട്ട്. അത് നിറവേറ്റാൻ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഒരു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു സിറ്റുവേഷൻ, ഒരു തടസ്സം അവർക്കുണ്ട്. ഒരു ഫിനാൻസ് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണം. ഇതൊരു സ്റ്റേബിൾ ആകാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ അവർക്കൊരു സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ അവരൊരു സ്റ്റേബിളായിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ. ക്യൂൻ ഓഫ് ഷോർട്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പം അവരാഗ്രഹിച്ചതുപോലെ അവർക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുള്ളത് കേട്ടോ. ക്യൂൻ ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ അവർ ഒരു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപരി അവരൊന്ന് ഓക്കെ ആയിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് എടുത്തു നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഭയങ്കര തടസ്സങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് ഏത് രീതിയിലാണ് ആ ഒരു തടസ്സം കാണിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, 6 ഓഫ് ഷോർട്സ്, ഇത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് എംപററാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എല്ലാ കാര്യത്തിനും താഴ്ന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല കേട്ടോ. നിങ്ങളുടെ വ്യക്തി കുറച്ച് കടുംപിടുത്തം, ദേഷ്യവും സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനോടും പൊരുതി ജയിക്കേണ്ട ഒരു എനർജിയാണ് അവർക്കെല്ലാം. എന്തിനും അവർ താഴ്ന്നു കൊടുക്കാത്തൊരു പ്രകൃതക്കാരൻ. ഇനി എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർക്ക് ജയിക്കണം. അവർക്ക് ഒരു നീതിക്ക് വേണ്ടി അവർ പോരാടുന്നതായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ പോരാടുന്നു. അവർ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിട്ടും കാണുന്നുണ്ട്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്തിനേതിനും മുന്നോട്ട് പോകണം. ഇനി എന്തൊക്കെ ചെയ്തിട്ടായാലും ശരി, അവർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫാമിലി തടസ്സങ്ങളായിരിക്കാം, അവരുടെ എന്തൊക്കെയോ കാരണത്താൽ ഇതൊരു തടസ്സമാണ് എന്നാണ് കാണുന്നത്. പല പല പ്രശ്നങ്ങൾക്കിടയിലും പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പോഴും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടായാലും ഈ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകും. ദൃഢനിശ്ചയത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അങ്ങനെ ഒരു മൈൻഡ്. കാരണം അവർ എന്താണോ തീരുമാനിക്കുന്നത് അത് അവർ നേടിയെടുക്കും. ഇനി എന്ത് പ്രശ്നം ഇതിലുണ്ടെങ്കിലും ശരി, അവർക്കത് നേടിയെടുക്കും. അപ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലെല്ലാം കുറേ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊക്കെയോ മാനസിക ബുദ്ധിമുട്ട് ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആൾ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. നമുക്ക് ആ റിയൂണിയൻ കാർഡാണ് വന്നിരിക്കുന്നത്. മാരേജ് കാർഡൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് നിങ്ങളുമായിട്ടുള്ള മാരേജൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് റിയൂണിയനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. ഹെയറോപ്പൻ്റാണ്, ലവേഴ്സാണ് വന്നിരിക്കുന്നത്, ദി വേൾഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ നേടാനായിട്ട് ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ടോ. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സാണ്. അപ്പോൾ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പാർട്ട്ണർ, നിങ്ങൾ അത്രത്തോളം പാർട്ട്ണറായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്, ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണം. നിങ്ങളെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്നതാണ് നമുക്ക് ആ വേൾഡ് കാർഡിൽ മനസ്സിലാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് തന്നെ അത് നിങ്ങളാണ്. പിന്നെ വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. ഇതൊരു ഡിവൈൻ ബന്ധം, അല്ലെങ്കിൽ ഡിവൈനായിട്ട് ആ വ്യക്തിക്ക് നൽകിയതാണ് നിങ്ങളെന്ന് ആ വ്യക്തി ഹെയറോപ്പൻ്റെ കാർഡിൽ മനസ്സിലാവുന്നുണ്ട്. ദൈവമായിട്ടാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവമായിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയത്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താലാണ്, ആ വ്യക്തിയുടെ ഭാഗ്യമാണ് നിങ്ങളെന്ന് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വിലമതിക്കുന്നത് അത് നിങ്ങളെ തന്നെയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലഭിക്കാനായിട്ട്, ആ വ്യക്തി കിട്ടാനായിട്ട് ഏതറ്റം വരെ പോകാനും മടിയില്ല. എന്തും നേടിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെ. അങ്ങനെ താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവം വ്യക്തിക്കില്ല. അതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഒരുപാട് ഫീലിങ്സാണ്. എന്തോ ഒരു സോൾ കണക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് അത്രയും അധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്തുള്ളതായിട്ടാണ് കാണുന്നത്. ഇമോഷണലി ഈ വ്യക്തി അത്രയും നിങ്ങളടുത്ത് കണക്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. മജീഷ്യനാണ്, നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഏതറ്റം വരെ പോകാനും റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങളോട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. ഭയങ്കര ഫീലിങ്സാണ് ഈ സമയത്ത് നിങ്ങളടുത്ത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. മറ്റാരും നിങ്ങൾക്ക് പകരമാകില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ തെളിയുന്നത്. ഇനി എന്തൊക്കെ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവരുടെ ലൈഫിൽ ഇനി എന്തൊക്കെ സ്ട്രഗിൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ് ആ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്, അവരുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. അവർക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ അവിടെ നിങ്ങൾ വേണമെന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് ഷോർട്സ്, പേജ് ഓഫ് വാൺസിൻ്റെ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഭയങ്കര പാഷനാണ് ഈ വ്യക്തി കേട്ടോ. ഭയങ്കര അതിതീവ്രമായി നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് ഈ വ്യക്തി, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് തന്നെ ഒരു പൊസസീവ്നെസ് ഉണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത്.
അതിൻ്റെ ഒരു വഴക്കിടുന്നുണ്ടാവാം, നിങ്ങളുടെ അടുത്ത് പിണങ്ങുന്നുണ്ടാവാം. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ ഈ വ്യക്തി വിട്ടു കൊടുക്കുന്നില്ല. മറ്റാരുടേതാകാൻ ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അവരുടേത് മാത്രമാകണം എന്നാണ് അവരുടെ ചിന്താഗതി പോലും. കാരണം അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ, അവർക്ക് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. നിങ്ങൾ മറ്റാരുടേതാകുന്നതോ ഒന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും ഈ വ്യക്തി. ഇടയ്ക്കൊക്കെ ഈ വ്യക്തിക്ക് ഒരു ടു ഓഫ് ഷോർട്സിന് കൺഫ്യൂഷൻ മൈൻഡ് വരുന്നുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുമോ, അവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു തരം പൊസസീവ്നെസ് ആണ് ഈ വ്യക്തിക്ക്. നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഇതുണ്ട് ഈ വ്യക്തിക്ക്. ചില സമയത്ത് ആൾക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു പേടി ഭയമൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. ഇടയ്ക്കുള്ള ഒരു വഴക്കിടലുണ്ട് ഈ വ്യക്തി. നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടെ വഴക്കിടുന്നുണ്ടാവാം. നിങ്ങളിൽ നിന്നും എന്താ പറയുക, ഒരു തരം ദേഷ്യം ഒരു ഒക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് വലിയ രീതിയിൽ ഇടയ്ക്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾ ചില നേരത്ത് നിങ്ങൾക്ക് ഈഗോ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഈ വ്യക്തിയുടെ ആഗ്രഹത്തിന് നിങ്ങൾ വഴങ്ങി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത്രയും നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ടാവില്ല. ഈ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കും ചില സമയത്ത് എന്താ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഈ വ്യക്തി ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും എന്തൊക്കെയോ ആവശ്യപ്പെടുമ്പോഴൊക്കെ നിങ്ങൾക്കതൊക്കെ ഒരു നിറവേറ്റാൻ പറ്റാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ മൈൻഡിലായിരിക്കാം. നിങ്ങൾക്കില്ല ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം. അപ്പോൾ ഈ വ്യക്തി അതാണ്, നിങ്ങളെ വിട്ടു കൊടുക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർക്ക് നിങ്ങളുമായിട്ട്. എന്നാൽ നിങ്ങൾക്കതൊരു ഭയങ്കര ഒരു ഇതാവുന്നുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഈ വ്യക്തിക്കും അതൊരു ഇതാവുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുമോ, നിങ്ങളെ ഇനി കിട്ടില്ല, അങ്ങനെ പല പല ചിന്താഗതിയാണ് അവർക്ക്. ആർക്കും വിട്ടുകൊടുക്കുന്ന ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു ഇതാണ് കാണുന്നത്. ഇനി അവരുടെ തീരുമാനം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു കാർഡും കൂടി 3 ഓഫ് ഷോർട്സിൻ്റെ എനർജി. നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു വ്യക്തിയുടെ തീരുമാനത്തിൽ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് അവർക്ക് മൂന്നാമതൊരു വ്യക്തിയുണ്ട്. ഇതിലൊരു മൂന്നാമതൊരു വ്യക്തിയുണ്ട്. ആ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടും അവർക്ക് ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്തോ ഒരു ചീറ്റിങ് ഇതിലുള്ളതായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു ശൂന്യത ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു മാറ്റം ഇവർക്കുണ്ട്. ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഫാമിലി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറൊരു കണക്ഷനിൽ ഈ വ്യക്തി പെട്ടിരിക്കണം എന്നൊട്ടും നിങ്ങളെ ഒട്ടും ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. മൂന്നാമതൊരു വ്യക്തി കാരണം ഈ വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാനും സാധിക്കുന്നില്ല. ആ വ്യക്തി മൊത്തത്തിൽ ഇങ്ങനെ പെട്ടുപോയതായിട്ടും കാണുന്നുണ്ട്. കാരണം നിങ്ങളെ ഒട്ട് വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല. എന്നൊട്ടും നിങ്ങളൊട്ടും ഈഗോ പിടിച്ചിരിക്കുക. നിങ്ങൾ ചില സമയത്ത് ഈ വ്യക്തിയെടുത്ത് വലിയ രീതിയിൽ മിണ്ടുന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് കൂടുതലും ഭയങ്കരമായിട്ട് ഫീലിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഉണ്ട്. എന്നാൽ നിങ്ങളടുത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്നിലേക്ക് ഇങ്ങനെ വരുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണോ, ഈ വ്യക്തിയുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണോ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു മൈൻഡാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ വിട്ടു പോകും തോറും ഈ വ്യക്തിക്ക് ഭയമാണ് വരുന്നത്. നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങൾ മറ്റൊരാളുടേതാവാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവരുടെ തീരുമാനം നോക്കുമ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് വരാനും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത്. വേറൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി പെട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരണമെന്ന്. പക്ഷേ ഈ വ്യക്തി എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് ആ ഒരു ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അത് ഫിനാൻസ് സംബന്ധമായ കാര്യമാകാനും സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് മാത്രം വേറൊരു വ്യക്തി ഫിനാൻസ് സംബന്ധമായിട്ട് എന്തോ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് പെയിനാണ് ഈ വ്യക്തിക്ക്. ശരിക്കും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ പെയിനാണ് ഇപ്പോൾ ആൾ അനുഭവിക്കുന്നതാണ്. അവരുടെ തീരുമാനത്തിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല.
അവിടെ ഒരു സ്റ്റക്കാണ് അവർ. നമുക്ക് ആ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ആൾക്കൊന്നും മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തു വെക്കണമെങ്കിൽ അവിടെ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്. എന്നോട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് മനസ്സ്. നിങ്ങളെ വേണം, നിങ്ങളെ നഷ്ടപ്പെടരുത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനിൽ ആൾ കുടുങ്ങിപ്പോയതുകൊണ്ട്, പെട്ടുപോയതുകൊണ്ട്, അവിടെ നിന്നും ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു എനർജി. എന്ന് വെച്ചാൽ ആൾക്ക് സ്വപ്നങ്ങൾ നിറവേറ്റണം, നിങ്ങളുമായിട്ടുള്ള മുന്നോട്ട് എല്ലാം ഓക്കെ ആയിട്ട് കിട്ടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാകും എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ആൾ. ഒന്ന് ഓക്കെ ആയിട്ട് വേണം, ഒരു സ്റ്റേബിളായിട്ട് വേണം അവർക്ക് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരണമെങ്കിൽ. അപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് ആഗ്രഹിക്കുന്നില്ല. ഒരു തരത്തിൽ നിങ്ങളെ ഒഴിവാക്കണമെന്നല്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തിയുടെ സാഹചര്യത്തിൽ ഈ വ്യക്തി എന്തോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ട്. അവർക്ക് എന്തോ ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു തകർച്ച ആൾ നേരിടുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആൾ പെട്ടുപോയതുകൊണ്ട് ആൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് വേണം, ഒരു ഡിസിഷൻ എടുക്കണമെന്നുള്ള ഒരു ഇതിലാണ് എന്തോ ഒരു ആൾ എന്തോ ഒരു പ്രോബ്ലത്തിലാണുള്ളത്. പക്ഷെ എന്നാലും ആ വ്യക്തി ആഗ്രഹിക്കുന്ന നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു അതിജീവിക്കും എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. അതിൽ നിന്ന് അതിജീവിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണിത്. വിജയിക്കും, അതിജീവിക്കും, ആ വ്യക്തി ആഗ്രഹിച്ചത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ആൾക്ക് അതിന് പറ്റാത്ത സാഹചര്യമാണ്. ഒരു സ്റ്റക്കാണ് ആൾ ഒരുപാട്. ഇതാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആൾക്ക് നിങ്ങളടുത്ത് ഡിസിഷൻ എടുക്കാനൊക്കെ വൈകുന്നത്. എന്നോട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തോ ഒരു തെറ്റിദ്ധാരണ, എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നിങ്ങൾ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈഗോ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഈഗോ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കാരണമായിരിക്കാം. അത് നിങ്ങളത് എന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ വരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളതാവുന്നതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ ഒരു ക്ലാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉള്ളതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ ഈഗോ പ്രശ്നം കാരണമാണ് ഇത് കൂടുതലും ഈ ഒരു പ്രശ്നം കൂടിയിട്ടുള്ളതാണ്. രണ്ടുപേരും ഡിസിഷൻ എടുക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തിക്ക് തീരുമാനം എടുക്കണമെന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. എന്തോ ഒരു ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. ഈ വ്യക്തി ആൾക്ക് നീതി കിട്ടണം, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരുടെ ഇടപെടലും ഈ ബന്ധത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫീലിങ്സ് നോക്കുമ്പോൾ ഒരുപാട് നിങ്ങളെ തന്നെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നിങ്ങളെ ഒരു എന്താ പറയുക, ആളത്രയും ആൾക്കൊരു റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് ആൾ നിങ്ങളെ പ്രണയിക്കുന്നത്. എന്നാൽ ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തോ ഒരു കാരണത്താൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രപ്പോസൽ വരുന്നതോ, അല്ലെങ്കിൽ അതൊന്നും ഈ വ്യക്തിക്ക് താങ്ങാനാവില്ല. ഈ വ്യക്തിക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ ആവുന്നത് പോലും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. എന്നാൽ ആളുടെ കാര്യത്തിലാണെങ്കിൽ ആളിപ്പോൾ സ്റ്റെക്ക് പോകാതെ ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് കാണുന്നത്. ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം, ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ കുറച്ച് പേർക്ക് മാത്രമാണ് വേറൊരു വ്യക്തിയിൽ പെട്ടതായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ ഒരു സിറ്റുവേഷനിലാണ് ആൾ പെട്ടിരിക്കുന്നത്. ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു സിറ്റുവേഷനിലാണ് പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തെടുക്കാനാണ് വ്യക്തി നോക്കുന്നത് കേട്ടോ. ഫിനാൻസ് സംബന്ധമായ, കരിയർ സംബന്ധമായ കാര്യത്തിലൊക്കെ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏതോ ഒരു പ്രതിസന്ധിയിൽ പെട്ടതായിട്ട് തന്നെയാണ് കാണുന്നത്. ആൾക്ക് അതിൽ നിന്ന് ആൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. ആൾ മാക്സിമം അതിൽ നിന്ന് പുറത്ത് കിടന്ന് നിങ്ങളിലേക്ക് വരാനാണ് നോക്കുന്നത്. പക്ഷെ ആളെ മാനസികമായിട്ട് ഈ വ്യക്തി തളർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ആൾ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് ആൾ നേരിടുന്നുണ്ട് കേട്ടോ. ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട്, എറണാകുളം. ലെറ്റർ ജി ആണ്. സെഡ് ആണ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ, തിരുവാതിര. ലെറ്റർ എച്ച് ആണ്. കൊല്ലം, പത്തനംതിട്ട. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഉത്രം, തൃക്കേട്ട, അശ്വതി. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. എൻ ആണ്, ലെറ്റർ എൻ. ലെറ്റർ എ,
കോഴിക്കോട് എക്സ് ആണ്, എക്സ്, ലെറ്റർ എക്സ്. ഡ്രൈവർ ആയിരിക്കാം. കാസർഗോഡ്, ഉത്രട്ടാതി, കോട്ടയം. ബ്യൂട്ടീഷ്യൻ ഓഗസ്റ്റ്, ഏപ്രിൽ. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ ടി ആണ്. മൂലം ജൂലൈ, പൂയം, ഗ്രീൻ കളർ, പിങ്ക് കളർ. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ സമയത്ത്. വൈറ്റ് കളർ. ലെറ്റർ ജെ ആണ്. ചിത്തിര. ക്യൂ ആണ്, ലെറ്റർ ക്യൂ. ലെറ്റർ ഇ, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെറ്റർ ഡി ആണ്. ലെറ്റർ എം, എബ്രോഡ് ഉള്ളവരായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ, അല്ലെങ്കിൽ രണ്ടുപേരും എബ്രോഡ് ആയിരിക്കാം. പൂരുരുട്ടാതി. 14, 15, 12, 26, 1 എന്ന് എഴുതിയിട്ടുണ്ട്. 35, 32, 24, 4, 16. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്